കൊല്ലം ചിറക്കരയിൽ MDMA വേട്ട 52 ഗ്രാം MDMAയുമായി മൊത്തക്കച്ചവടക്കാരൻ അറസ്റ്റിലായി. കണ്ണൻ നായർ വിവരങ്ങളുമായിട്ടുണ്ട്. കണ്ണൻ, ഓപ്പറേഷൻ തുഫാന്റെ ഭാഗമായിട്ടുള്ള പരിശോധനകളാണ്. ഇതാരാണ് പിടിയിലായത്? മറ്റ് കണ്ണികളിലേക്ക് കൂടി അന്വേഷണം പോകുന്നുണ്ടോ? 2023 മുതൽ രാഹുൽ രാജ് പോലീസിന്റെ നിരീക്ഷണത്തിലായിരുന്നു. പല സമയങ്ങളിലും ഇയാളെ കണ്ടെത്താൻ പോലീസിന് സാധിച്ചിരുന്നില്ല. ആ പ്രതിയാണ് ഇപ്പോൾ പിടികൂടിയിരിക്കുന്നത്. അന്തർ സംസ്ഥാന ബന്ധമുള്ള ഒരു ലഹരി കടത്തുകാരനാണ് രാഹുൽ രാജ് എന്നാണ് ഇപ്പോൾ ഡാൻസ് ഓഫ് ടീം പറയുന്നത്. ഇന്നലെ വൈകിട്ട് ഇയാളുടെ വീടിന്റെ വാതിക്കൽ ഈ ലഹരി MDMA വിൽക്കാനായി നിൽക്കുന്ന സമയത്താണ് ഡാൻസ് ഓഫ് ടീം അവിടെ എത്തുകയും അയാളെ പിടികൂടുകയും ചെയ്തത്. ആ സമയത്ത് അയാളുടെ കൈവശം ഒരു കവറിൽ പൊതിഞ്ഞ നിലയിൽ 52 ഗ്രാം MDMA ഉണ്ടായിരുന്നു. ഇയാൾ ബാംഗ്ലൂരിൽ നിന്നാണ് MDMA ഇവിടേക്ക് കൊണ്ടുവന്നതാണ് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. ഒപ്പം തന്നെ ഇയാൾ ഈ കോളേജ് കേന്ദ്രീകരിച്ച് സ്കൂൾ കേന്ദ്രീകരിച്ചുള്ള കുട്ടികൾക്ക് ആണ് ഈ MDMA വിതരണം ചെയ്യുന്നതെന്നും പോലീസ് പറയുന്നു. നേരത്തെ സൂചിപ്പിച്ചത് 2023 ഇയാൾ പോലീസിന്റെ നിരീക്ഷണത്തിലായിരുന്നു. 2 തവണ ഇയാളുടെ വീട് വളഞ്ഞ് പോലീസ് പിടികൂടാൻ ശ്രമിച്ചു. എന്നാൽ തന്ത്രപൂർവ്വം അന്ന് രക്ഷപ്പെടുകയായിരുന്നു. അതിനുശേഷം ഒരു തവണ പ്രതി കാറിൽ MDMA വരുന്നു എന്നുള്ള വിവരം പോലീസിന് ലഭിച്ചു. അയാളെ പിടികൂടാൻ ശ്രമിച്ചെങ്കിലും അമിത വേഗത്തിൽ കാർ ഓടിച്ചു പോവുകയായിരുന്നു. പിന്നീട് ഈ കൃത്യമായി ഇയാളെ നിരീക്ഷിച്ച് ഇയാളുടെ കയ്യിൽ MDMA ഉണ്ട് എന്ന് മനസ്സിലാക്കിയ അടിസ്ഥാനത്തിലാണ് ഇന്നലെ പരിശോധന നടത്തുകയും അറസ്റ്റ് ചെയ്യുകയും ചെയ്തത്. ശരി. കണ്ണൻ നായരാണ് വിവരങ്ങൾ നൽകിയത്. കൊല്ലം ചിറക്കരയിലാണ് MDMA വേട്ട.